നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ ആശ്വാസ തുരുത്തുകളാണ് കർണാടകയും തെലങ്കാനയും. ഇതിൽ തെലങ്കാനയിൽ ആകെ 17 ലോക്സഭാ സീറ്റുകളാണുള്ളത്. എന്തായാലും ഈ 17 ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്. കാരണം പ്രമുഖ BRS നേതാക്കൾ കൂട്ടമായി കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തെലങ്കാനയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം BRSലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് നിലവിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ നേതാക്കളുടെ വരവിൽ കോൺഗ്രസിന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകരും നേതാക്കളും ഒന്നും അത്ര സന്തുഷ്ടരല്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കാരണം അവർ പറയുന്നത് ദശാബ്ദങ്ങളായുള്ള തങ്ങളുടെ പ്രയത്നത്തിന് യാതൊരു വിലയും നൽകാതെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ BRSന്റെ നേതാക്കൾക്കാണ് പാർട്ടിയിൽ വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നത് എന്നതാണ്. BRSൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ടിക്കറ്റ് അനുവദിച്ചതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അവർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് BRSനെ താഴെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസിനെ അവർ അധികാരത്തിലേറ്റിയത്. അതേ കോൺഗ്രസ് തന്നെ BRSന്റെ നേതാക്കളെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിട്ടിറക്കുമ്പോൾ അത് പലവട്ടം ആലോചിക്കേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള നേതാക്കൾ പറയുന്നത്. എന്തായാലും ജനങ്ങൾ തള്ളിക്കളഞ്ഞ പാർട്ടിയുടെ പ്രതിനിധികളെ എല്ലാം മുന്നിൽ നിർത്തേണ്ടത് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് നേതാക്കൾ കത്തുൾപ്പെടെ അയച്ചിട്ടുമുണ്ട്. അതേസമയം തന്നെ മറ്റൊരു കുരുക്ക് കൂടി തെലങ്കാനയിൽ കോൺഗ്രസിന് മേലെയുണ്ട്. കാരണം മല്ലു അനന്തരാമുലുവിന്റെയും G വെനക്തസ്വാമിയുടെയും കുടുംബാംഗങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് സീറ്റ് നൽകിയതിൽ എതിർപ്പുമായി ദളിത് വിഭാഗമായ മഡിക സമുദായം രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസും BRSും സമുദായത്തോട് കാണിക്കുന്നത് വലിയ അനീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ BJPക്കൊപ്പമേ നിൽക്കൂ എന്നുകൂടി മഡിക സമുദായം വ്യക്തമാക്കുന്നുണ്ട്. ഈ തെലങ്കാനയിലെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളാണ് മാലകളും മഡികകളും. ഇതിൽ മഡികകൾ തന്നെയാണ് എണ്ണത്തിൽ കൂടുതലുള്ളതും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവർക്ക് വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ട്. ഈ കഴിഞ്ഞ നവംബറിൽ സെക്കന്ദരാബാദിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ കലങ്ങിയിരുന്ന മഡിക നേതാവുമായി സംസാരിക്കുന്നതിന്റെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളും മറ്റും വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. മഡിക സംവരണ സമരസമിതിയുടെ സ്ഥാപകനായ മന്ദ കൃഷ്ണ മാഡികയുടെയും മോദിയുടെയും ഫോട്ടോയാണ് ആ സമയത്ത് വലിയ ചർച്ചകൾക്കൊക്കെ ഇടവച്ചത്. എന്തായാലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്ന ചിത്രങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. കാരണം മഡിക സമുദായം കോൺഗ്രസിനെ കൈവിട്ടിരിക്കുന്നു. അവർ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമുദായത്തെ മുഴുവനായി തഴഞ്ഞുകൊണ്ട്, ദളിത് വിഭാഗത്തെ തന്നെ തഴഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം അവർക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും BRSൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടാതെ അവർ തള്ളിക്കളഞ്ഞ നേതാക്കളെ ഇപ്പോൾ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുതിരുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസിന് രൂപപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് 6 മലയാളം.